ജന്മാദ്യസേതുന്യാദിതരതച്ചാർത്തേഷ്വിജ്ഞസ്വരാട്ടേനെ ബ്രഹ്മഹൃദായ ആദികവേ മുഹ്യന്തി യത്സൂരയ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്രത്യതർഗോമുഷ ധാംനാസേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാന ശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സഹകരിച്ചവർക്ക് നന്ദിയും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ 4-ാമത്തെ അധ്യായം, തൃതീയ സ്കന്ധത്തിൽ 4-ാമത്തെ അധ്യായം നമ്മൾ അവസാനിപ്പിച്ചു. 4-ാമത്തെ അധ്യായത്തിൻ്റെ പാരായണമാണ് ഇനി നമുക്ക് ചെയ്യേണ്ടത്. അഥ ചതുർത്ഥോധ്യായ ഉദ്ധവ ഉവാച. യദുകുല നാശമാണ്. അതതേ തദനുജ്ഞാത ഭുക്ത്വാ പീത്വാ ച വാരുണിം മദ്യം തയാ വിഭ്രംശിതജ്ഞാനാദുരുക്തേർമമ പശോ തേഷാം മൈരേയദോഷേണ വിഷമീകൃതചേതസ. മദ്യം കൊണ്ടാകെ തകരാറിലായ മാനസിക അവസ്ഥ. വിഷമീകൃതചേതസാം നിംലോചതി രവാവാസി വേണൂനാം ഇവമർദ്ദനം. മുളകൾ കൂട്ടിവരച്ച് അഗ്നി ഉണ്ടാവുന്നത് പോലെ ഇവർ തമ്മിൽ തന്നെ കലഹിച്ചിട്ടാണ് നശിച്ചത്. പുറമേന്ന് ഒരാൾ വന്നിട്ടല്ല നശിപ്പിച്ചത്. ഭഗവാൻ സ്വാത്മമായ ഗതിന്താമലോക്യസ സരസ്വതി ഉപസ്പൃശ വൃക്ഷമൂലം ഉപാവിശൽ. സരസ്വതി നദീതീരത്ത് വൃക്ഷത്തിൻ്റെ താഴെ ഇരുന്നു. അകഞ്ചോക്തോ ഭഗവതാ പ്രപന്നാർത്തികരേണകാവതരീൻ ത്വം പ്രയാഗീതി സുകുലന്തം ജിഹീഷുണ അഥാപിത്തതഭിപ്രേതം ജാനന്നകമരിന്ദമ പൃഷ്ടതൊന്നകമം ഭർത്തുപാദവിശ്ലേഷണ അക്ഷമ അദ്രാക്ഷമേകമാസീനം വിചിന്നന്തൈതം പതിശീനികേതം സരസ്വത്യാം കൃതകേതമകേതനം. എവിടെയും വാസസ്ഥാനമില്ല ഭഗവാൻ. ഇവിടുത്തെ അഡ്രസ്സ് ഒരു പോസ്റ്റ്മാനോട് ഭഗവാന്റെ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ പറ്റുമോ? എല്ലായിടത്തും ഉള്ള ആളാണ് അല്ലേ? മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും. ശീനികേതം സരസ്വത്യാം കൃതമേതം അകേതനം. അകേതനം വാസസ്ഥാനമില്ലാത്തവൻ. ശ്യാമാവതാദം വിരജം പ്രശാന്താരുണലോചനം ദുർഭിച്ചതുർഭിതം പീതകവിശാംബരേണ. വേഷത്തെ വർണ്ണിച്ചു. വാമ ഊരാവതിശ്ചിത്ത ദക്ഷിണാങ്കൃതരോരുഹം. ഇടത്തെ തുടർമേൽ കാലിൻ്റെ തുടർമൂല വലത്തെ കാല് വെച്ചു. വാമ ഊരാവതിശ്ചിത്ത ദക്ഷിണാങ്കൃതരോരുഹാം അഭാഷിതാത്മമാശത്തം ഹൃദം തെക്തവിഫലം. തസ്മിൻ മഹാഭാഗവതോദൈവാർന്ന കൃത്തകാലോകാൻ സിദ്ധ ആസസാദിശയ. ഉദ്ധവൻ്റെ വരവാണ്. തസ്യാനുരക്തസ്യ മുനേർ മുകുന്ദ പ്രമോദ ഭാവാനതകന്ധരസ്യ ആചുണ്ണതോ മാം അനുരാഗഹാരസമീക്ഷയാ ശമയന്നുവാച. ശ്രീഭഗവാനുവാച. വേദാഹമന്തരമനസിത്തിതം തം ദദാമി യത്തൽ ദുരവാമമന്യേ സത്രേപുര അവിശ്വതജാംബസൂനാം മത്സിദ്ധികാമേന വസോത്വേട്ട സേഷ സാധോചരമോ ഭവാന ആസാദിതത്തെ വന്നിരോയൽ എന്മാം ലോകാന്നകവൃത്തചന്തം ദിഷ്ട്യാ ദദിക്ഷാൻ വിശദാനുവൃത്യ പുരാമയ പ്രോക്തമജായന പത്മേന ഷണ്ണായ മമാതിദർഗേ ജ്ഞാനംബരം മന്മഹിമാവഭാസം യസൂരയോ ഭാഗവതം വദന്തി. ഞാൻ പണ്ട് ബ്രഹ്മാവിനാണ് 4 ശ്ലോകത്തിൽ കൂടെ പറഞ്ഞു കൊടുത്ത ഭാഗവതം. ആ ഭാഗവതം സൂരയോ പണ്ഡിതന്മാർ ഭാഗവതം എന്നതിനെ പറഞ്ഞു വരുന്നു. ആ ജ്ഞാനസംഹിതയ്ക്കാണ് ഭാഗവതം എന്ന് പേര് വന്നത്. സത്യത്തിലത് ജ്ഞാനസംഹിതയാണ് എന്നർത്ഥം. കസ്മൈ ബ്രഹ്മാവിനായിക്കൊണ്ട് പത്മേന്ദ്ര ശരണായ മമാതിസർഗേ താമരപ്പൂരിരുന്ന ബ്രഹ്മാവിന് പറഞ്ഞു കൊടുത്തു. ഇത്യാദൃതോക്ത പരമത്യപും തപ്പദക്ഷിണാനുഗ്രഹഭാജനോഹം സ്നേഹോത്തരോമാസ്കലിതാക്ഷരത്തം മുഞ്ചച്ചുജ പ്രാഞ്ജലിരാഭാഷേ കോന്നീശതേ പാരതരോജഭാജാന്തതുല്ലവോർത്തേഷു ചതുഷ്വപീഹ തഥാഭിനാകം പൂർണോമി ഭൂമൻ ഭവത്പദാംഭോജനിക്ഷേപണോത്സുക. അങ്ങ് പോവുകയാണെങ്കിൽ എന്നെയും കൂടി കൊണ്ടുപോകണം എന്നുള്ള ഭാവത്തിൽ വളരെ ദുഃഖത്തോടു കൂടി കണ്ണീരൊഴുക്കിയിട്ടാണ് ഉദ്ധവൻ നിൽക്കുന്നത്. കർമ്മണ്ണനീകത്ത ഭവോപവർത്യതേ ദുർഗാശയോധാരിപലായനം കാലാത്മനോ എപ്രമദായുദാശയ സ്വാത്മൻ്റെ കിദ്യതി ധീർവിധാമിഹ മന്ത്രേഷു മാം ഉപഭൂയർത്തമകുണ്ഠിതാഖണ്ഡതാത്മബോധ അകുണ്ഠിത അഖണ്ഡസതാത്മബോധ പൃച്ഛേ പ്രഭോ ദേവ പ്രമത്തന്നോ മനോ മോഹേ ദീവദേവ. സ്നേഹത്തോടു കൂടിയിട്ട് വിളിച്ചു ഉദ്ധവനെ.
ജ്ഞാനം പരം, എന്നിട്ട് എന്ത് പറയാനാണ്? ജ്ഞാനം പറഞ്ഞു കൊടുക്കാൻ. ജ്ഞാനം പരം സ്വാത്മരഹപ്രകാശം പ്രോവാച കസ്മൈ ബ്രഹ്മാവ്. കസ്മൈ ബ്രഹ്മാവാണ് കേട്ടോ. ബ്രഹ്മാവിന് പണ്ട് ഉപദേശിച്ചു കൊടുത്തതായ, അത് പറഞ്ഞു പത്മൈ നിഷണ്ണം, ഇവിടെ കസ്മൈ രണ്ടും ഒന്നാണ്. കസ്മൈ ബ്രഹ്മാവിനോട് പ്രോവാച കസ്മൈ ഭഗവാൻ സമഗ്രം അഭിക്ഷമന്നോ ഗൃഹണായ ഭർത്തർവത അഞ്ജസായ വിജനന്ദരേമാ ത്യാവേടുതകാർത്തായ മക്യന്ത ഭഗവാൻ വര ആരുദേശാരവിന്ദാക്ഷ ആത്മന പരമാം സ്ഥിതിം ശൈവം ആരാധിതപാദതീർത്ഥാതീതതത്വാത്മവിബോധ മാർഗ പ്രണമ്യപാദോപരുത്തദേവമിഹാഗദോഹം വിരഹാതുരാത്മാ. ഭഗവാന്റെ വിരഹത്തിൽ വളരെ ദുഃഖിച്ചു ഞാൻ. സ്വകം തത്തശ്ചനാക്ലാദവിയോഗാർത്തിവിധ പ്രഭോഗമിഷ്യേതം തസ്യ ബദര്യാശ്രമമണ്ഡലം എത്ര നാരായണോ ദേവോദരശ്ച ഭഗവാനുഷി ബുധതീവ്രന്തപോ ദീർഘം. 3 വിശേഷണമാണ് തപസ്സിന് നാരായണ മഹർഷിയുടെ. മൃദു, തീവ്രം, ദീർഘം. കുറേ കാലം ഉണ്ട്, 1000 കൊല്ലം ഉണ്ട് തപസ്. തീവ്രം, കഠിനമായിട്ടുള്ളത്. എന്നാൽ വളരെയധികം അത് ബാധിക്കാത്തതുകൊണ്ട് മൃദു എന്നും പറയാം. മനസ്സിന് കടവരുതൊന്നുമില്ല, ശാന്തമായിട്ടാണ്. ശാന്തമായി തീവ്രമായ തപസ് ചെയ്യുന്നു വളരെ കാലമായി. മൃദു, തീവ്രം, ദീർഘം തപസ്. മൃദു, തീവ്രം, തപോ, ദീർഘം. തേപാതേ ലോകഭാവനോ ശീശുഗോവാച ത്യക്തവാതുപാകർണ്യത്വകൃതാം ദുസ്തകമ്പതം ജ്ഞാനേന അശമയം ചിത്ത ശോകവത്പരിതം ദുദാതം മഹാഭാഗവതം ഭജന്തം ഗൗരവർഷഭാ ശമ്പാദഭ്യതത്തേതം മുഖ്യം കൃഷ്ണപരിഗ്രഹേ വിതുരൗവാചാജ്ഞാനം പരം സ്വാത്മരഹപ്രകാശം യഥാകയോഗേശ്വര ഈശ്വരത്തെ ഭക്തും ഭവാനോർഹതി എത്തി വിഷ്ണോർഭൃത്യ സ്വഭൃത്യാർത്ഥകിതശ്ചരന്തി. വിതുരൻ പറഞ്ഞു, ആ പറഞ്ഞ കാര്യം എനിക്കും കൂടി ഉദ്ധവ അങ്ങ് പറഞ്ഞു തരുമോ? ഞാൻ ഭഗവാനെ കണ്ടില്ലല്ലോ. വിതുരൻ കണ്ടിട്ടില്ല, ഉദ്ധവനാണല്ലോ കേട്ടത് ഉപദേശങ്ങളെല്ലാം. എന്നാൽ എനിക്കും കൂടി അങ്ങ് അത് പറഞ്ഞു തരാമോ? ഉദ്ധവ വാച അനുദേ തത്വം ഋഷിക്കവിഷാരോന്തിമേ സാക്ഷാൽ ഭഗവതാദിഷ്ടോ മർത്യലോകഞ്ചികാസത. എനിക്കിപ്പോൾ അതിന് പറ്റില്ല എന്ന് പറയണം. ശ്രീശുഗോവാച ഇതി സകവിദുരേണ വിശ്വമൂർത്തിർഗുണകതയാ സുതയാ പ്ലാവിതോ ഒരു താപ. വൃത്തം മാറി അവിടെ. ഇതി സകവിദുരേണ വിശ്വമൂർത്തിർഗുണകതയാ സുതയാ പ്ലാവിതോരു താപ ക്ഷണം ഇവ പുളിനെ യമസ്വ സുസ്താം സമുഷിത ഔപകവൈ ഔപകവീർ നിശാം തദോക. ഔപകവി ഉദ്ധവൻ. ഉദ്ധവൻ്റെ മറ്റൊരു പേരാണ് ഔപകവി. ഔപകവി ആയിട്ടുള്ള ഉദ്ധവൻ പേര് ഔപകവി. രാത്രി കഴിച്ചു കൂട്ടി ഗംഗാതീരത്ത്. അവിടുത്തെ പോയില്ല. വെളിച്ചാകുമ്പോൾ ബദരിയാശ്രമത്തിലേക്ക് ഉദ്ധവൻ പോയി എന്ന് പറയണം. വിതുരനാൽ ചോദിക്കപ്പെട്ടിട്ട്. രാജോവാച, ഇനിയൊരു ചോദ്യം ചോദിക്കണം. നിധനമുപഗതേഷു വൃഷ്ണിഭോജേഷു അതിരഥയൂതപയൂതപേഷു മുഖ്യ. അതിരഥന്മാർ സേനാനായകന്മാരെല്ലാം നിധനം മരണത്തെ ഭരിച്ചപ്പോൾ യദുവംശത്തിൽ എങ്ങനെ വിതുരൻ ബാക്കിയായി ആണ് ചോദ്യം. സതു കഥം അവശിഷ്ട ഉദ്ധവോ, എങ്ങനെ ഉദ്ധവൻ അവശേഷിച്ചു? ഹരിരപി തെത്യജ ആഗതിൻ ദദേശ. ഹരിയും കൂടി കൃഷ്ണൻ പോയി എന്നാണല്ലോ പറഞ്ഞത്. എങ്ങനെ വിതുരൻ പിന്നെ ബാക്കിയായത്? ശ്രീശുഗോവാച ബ്രഹ്മശാപാപദേശേന കാലേന അമോഘവാഞ്ചിത സംവൃത്യത്വകലന്നൂനം ദക്ഷന്തേകമചിന്തേൽ ആത്മൻ ലോകാതുഭരദേവ ജ്ഞാനം മദാശ്രയം അർക്കത്വ സംപ്രത്യാത്മപദാംബരോ ദവോ അണു അപി മന്യൂനോ. തവ അങ്ങ് എന്നിൽ നിന്ന് ഒട്ടും കുറഞ്ഞവനല്ല. അപ്പോൾ ഉദ്ധവൻ്റെ യോഗ്യത എത്രയും ഉണ്ടാവണം? ആരാ പറയണം? ഭഗവാനാ പറയണം. അത് തെറ്റാവാൻ വഴിയാണ്. ന ഉദ്ധവ അണു അപി. ഉദ്ധവ അങ്ങ് എന്നിൽ നിന്ന് ഒൽപ്പവും കുറഞ്ഞ ആളല്ല, അതേ നിലവാരത്തിലുള്ള ആളാണ്. മന്യൂനോ മത്ഗുണനാടിത പ്രഭോ അതോ മത്തേനൻ ലോകം ഗ്രാഹ എന്നുവതിട്ടതുകൊണ്ട് എൻ്റെ തത്വത്തെ ഈ ലോകത്തിൽ നിലനിർത്താൻ അങ്ങാണ് ഏറ്റവും യോജിച്ച ആൾ. അതുകൊണ്ട് എന്തുണ്ടായി? ഉദ്ധവൻ ബാക്കിയായി. വിതുരനും ഉദ്ധവനൊക്കെ ബാക്കിയായി. വിതുരേണ വിശ്വമൂർത്ത. ഉദ്ധവൻ എങ്ങനെ ബാക്കിയായി എന്നാണല്ലോ ചോദ്യം. സാക്ഷാൽ ഭഗവതാദിഷ്ടോ മർത്യലോകം ജിഗാസത നിധനമുപഗതേഷു വിഷ്ണുഭോജേഷു അതിരഥയുതവേഷു മുഖ്യ സതു കഥം അവശിഷ്ട ഉദ്ധവോയേൽ. ഉദ്ധവൻ എങ്ങനെ ബാക്കിയായി? ഏവം ത്രിലോകഗുരുണാ സന്തിഷ്ടയോനിനാബദര്യാസമമാസാധ്യ ഹരിമീജേ സമാധിന. സമാധി കൊണ്ട് ഭഗവാന്റെ മാഹാത്മ്യങ്ങൾ വാഴ്ത്തി
വാക്കൊണ്ടല്ല, സമാധി കൊണ്ട് പൂജിച്ചു, ഈജെ പൂജിച്ചു എന്നും ആവാം. പിതരോ ശുദ്ധ കൃഷ്ണസ്യ പരമാത്മന, പരമാത്മാവായ കൃഷ്ണൻ്റെ മഹാത്മ്യം കേട്ടിട്ട് ക്രീഡയോ പാത്തദേഹത്തെ കർമാണി ശ്ലാഘിതാനിജ, ഈ വക കർമ്മങ്ങളെല്ലാം കേട്ടു. ദേഹന്യാസം ച തസ്യവം ധീരന്മാരുടെ ധൈര്യത്തെ വർദ്ധിപ്പിക്കുന്ന കഥയാണ് ഭഗവാന്റെ. അന്വേഷണം ദുഷ്കരതരം, മറ്റുള്ളവർക്കത് ബോധിക്കില്ല. എന്തപ്പോൾ ഇതൊക്കെ അത്ര കേൾക്കാനുള്ളത്, അവിടെ തന്നെ പോയി എന്ന് അങ്ങനെ തോന്നിയാൽ കഴിഞ്ഞു ഇത്രയുള്ള പുരോഗതി. അങ്ങനെ തോന്നുള്ളൂ. ഭാഗ്യമില്ലാത്തവർക്ക് കേട്ടിട്ടും എന്ത് കിട്ടാനാ, എവിടെ എത്താനാ, എന്തെടുക്കാനാ, അങ്ങനെയൊക്കെ ചോദിക്കണവരുണ്ട്. അവർക്ക് അങ്ങനെ തന്നെ തോന്നുള്ളൂ, സംശയമൊന്നും വേണ്ട. ഇവിടെ പറഞ്ഞിട്ടുണ്ടേ അന്വേഷണം ദുഷ്കരതരം. ഭാഗ്യമില്ലാത്തവർക്ക് ഇതിലത്തെ മഹത്വം കാണാൻ കഴിയില്ല. അത് ഒളിച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്, പരത്തിയിട്ടല്ല, പരസ്യമായിട്ടല്ല. പശുവിനാം വിക്ലവാത്മന, പശുക്കളൊക്കെ ഉണ്ടോ എന്തെങ്കിലും നല്ലത് കേട്ടാൽ മനസ്സിലാവണു, എന്തോ ഒരു ശബ്ദം ഒച്ച കേൾക്കണമെന്ന് അത്രയേ ഉള്ളൂ. ആത്മാനഞ്ച ഗുരുശ്രേഷ്ഠ കൃഷ്ണേന മനസ്സേറ്റിതന്ധ്യായൻ ഗതേ ഭാഗവതേ രുരോധ പ്രേമ വികുല, കരഞ്ഞു വിതുരൻ. കാളിന്ത്യാഗതവിസിദ്ധ ആഹോബി ഭരതർഷഭ പ്രാപത്യതരിതം എത്ര മിത്രാസുധോമിനി, മൈത്രേയരെ കാണുകയാണ്. കാരണം ഉദ്ധവന് പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ മൈത്രേയരും കേട്ടു. അവിടെ മൈത്രേയരും ഉണ്ടായിരുന്നു, വന്നു ചേർന്നു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ മൈത്രേയരുടെ അടുത്തേക്ക് പോയാൽ കിട്ടുമോ നോക്കാം, എന്താണ് ഭഗവാൻ ഉദ്ധവന് പറഞ്ഞു കൊടുത്തതെന്ന്. അതിനു വേണ്ടിയിട്ട് പോയി. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമകം ചന്ദ്രം പിതാൻ ദ്വിതീയ സ്കന്ധേ വിതിരോത്തവ സംവാദേ ചതുർത്ഥോധ്യായ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഇനി 5-ാമത്തെ അധ്യായമാണ്. മൈത്രേയരെ കാണുന്നു. മൈത്രേയരും ഇവിടുന്ന് അങ്ങോട്ട് വിതുര മൈത്രേയ സംവാദമാണ്. ശ്രീശുഖവാച, ആദ്യം തന്നെ മൈത്രേയരുടെ അവസ്ഥ വർണ്ണിക്കുകയാണ്, എങ്ങനെയാണ് ഇരിക്കണത്. ദ്വാരിദ്യുനദ്യാർഷഭക്കുരുണാം മൈത്രേയം ആസീനമഗാധബോധം ക്ഷത്തോപതൃത്യ അച്യുതഭാവശുദ്ധപ്പപ്രച്ച സൗശീല്യഗുണാപി തൃപ്ത. കുരുണാം ഋഷഭ, കുരുക്കളിൽ ശ്രേഷ്ഠനായിട്ടുള്ളവനും അച്യുതഭാവശുദ്ധ, കൃഷ്ണനെ ചിന്തിച്ച് ശുദ്ധ മനസ്സോടു കൂടിയവനും ആയിരിക്കുന്ന ക്ഷത്ത വിതുരർ. വിതുരൻ്റെ വിശേഷണമാണത്. വിതുരർ ആരെ കണ്ടു? ദ്വാരി, ഹരിദ്വാറിൽ ഗംഗാദ്വാരത്തിലാണ്. അതാണ് ദ്വാരി, ദുനത്യാധാരി, ദ്വാരി. ഹരിദ്വാരിൽ ആസീനം ഇരിക്കുന്ന മൈത്രേയരെ കണ്ടു. എങ്ങനെ ഇരിക്കുന്ന ആൾ? അഗാധബോധം, അഗാധമായ ജ്ഞാനത്തിൽ മുങ്ങിയിട്ടായിരിക്കണം. വെറുതെ ഇരിക്കുകയല്ല, ഉറക്കം തൂക്കിയിരിക്കുകയല്ല എന്നർത്ഥം. അഗാധമായ ജ്ഞാനത്തിൽ അങ്ങനെ മുങ്ങി പരമാനന്ദം അനുഭവിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അഗാധബോധം, അബോധാവസ്ഥയിലല്ല, അഗാധമായ ജ്ഞാനത്തിൽ മുങ്ങിക്കുളിച്ചിട്ടുള്ള ഇരുത്തം, പൂർണ്ണബോധത്തോടു കൂടിയിട്ടുള്ള ഒരുത്താണ്. മൈത്രേയം ഉപസൃത്യ, മൈത്രേയരുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു. സൗശീല്യ ഗുണാഭിതൃപ്ത, നല്ല ഗുണങ്ങൾ ഉള്ള രീതിയിൽ ചോദിച്ചു. ചോദിക്കുമ്പോൾ എപ്പോഴും എങ്ങനെ വേണം, അതൊക്കെ ഉണ്ട്. ഈ ചോദിക്കപ്പെടുന്ന ഗുരുനാഥൻ്റെ അറിവിനെ പരീക്ഷിക്കാൻ ചോദിക്കരുത്, അത് അബദ്ധമാവുന്നതാണ്. അർത്ഥമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്, ഒരു പ്രസക്തിയില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. സൗശീല്യ ഗുണാഭിതൃപ്ത എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ്. സ്വഭാവത്തോടു കൂടി അറിയണം എന്ന ഭാവേന ഏറ്റവും പ്രസക്തമായതിനെക്കുറിച്ച് ചോദിച്ചു. അതാണ്. എന്താ അല്ലാത്ത ചോദ്യങ്ങളുണ്ടോ? ഇഷ്ടം പോലെയുണ്ട്. ഒരാൾ ഭാഗവതത്തിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളാൻ പറഞ്ഞപ്പോൾ ചോദിച്ചു, കുചേലൻ്റെ അച്ഛൻ്റെ പേരെന്താ? കുചേലൻ്റെ അച്ഛൻ്റെ പേര് അറിഞ്ഞിട്ട് എന്താ കാര്യം? നമുക്കിങ്ങനെ സംശയം തോന്നിയിട്ടില്ല. അപ്പോൾ കുചേലവൃത്ത് എത്ര കേട്ടു, എത്ര പറഞ്ഞു, ആരായിരിക്കാം കുചേലൻ്റെ അച്ഛൻ? അതിൻ്റെ അവിടെ ഒരു പ്രസക്തിയില്ല. കുചേലൻ്റെ ഭക്തി അറിയാനാണ് കുചേലകൃത് കഥ, അല്ലെങ്കിൽ കുചേലൻ്റെ പൂർവ്വവൃത്താന്തം തറവാട്ട് ചരിത്രം അറിയാനല്ല കുചേലവൃത്തം ആണോ? ആൾ ചോദിച്ചതാണെന്നാണ് പറയണത്. ഉദ്ധവൻ്റെ അച്ഛൻ്റെ പേരെന്താ? കുചേലൻ്റെ അച്ഛൻ്റെ പേരെന്താ? നാരദൻ്റെ അച്ഛൻ്റെ പേരെന്താ? അതിവിടെ എവിടെയും പറയണില്ല. ദാസി സ്ത്രീയിൽ ജനിച്ചു ആർക്കെന്ന് പറഞ്ഞിട്ടില്ല. അതൊന്നും അറിയണം ഒരാൾക്ക് എന്താ ചെയ്യുക? എന്താ എന്നിട്ട് കാര്യം? അപ്പം അത്തരം ചോദ്യങ്ങളൊന്നും സൗശീല്യ ഗുണാഭിതൃപ്ത ചോദ്യങ്ങളല്ല, ദുശ്ശീല ചോദ്യങ്ങളാണ്, കുസൃതി ചോദ്യങ്ങളാണ്. ഇതങ്ങനെയല്ല. സൗശീല്യ ഗുണാഭിതൃപ്ത, നല്ല ഗുണങ്ങളാൽ അലങ്കൃതനായിരിക്കുന്ന
വിതുരൻ നല്ലതേ ചോദിക്കൂ, വേണ്ടതേ ചോദിക്കൂ, ബഹുമാനത്തോടു കൂടിയിട്ടേ ചോദിക്കൂ. അപ്രസക്തമായ ചോദ്യങ്ങൾ ചോദിക്കില്ല, ബാലിശ ചോദ്യങ്ങൾ. എന്താ വിതുരൻ ചോദിച്ചത്? വിതുര ഉവാച സുഖായ കർമാണി കരോതി ലോകോ നതേ സുഖം വന്യദുപാരമംബ വിന്ദേതഭൂയ തദയേവ ദുഃഖം യതത്ര യുക്തം ഭഗവാൻ വദേന്ന. ഭഗവാൻ എന്നാണ് വിളിക്കണേ. മൈത്രേയ മഹർഷി ഈശ്വരതുല്യനാണ്. അവർക്കല്ലേ ഈ ആത്മീയ സംശയങ്ങളൊക്കെ തീർത്തു കൊടുക്കാൻ പറ്റുള്ളൂ. എല്ലാവർക്കും ഒക്കെ പറ്റുമോ? അതുകൊണ്ട് ഈശ്വര, എല്ലാം അറിയുന്നവനെ, ഭഗവാനെ ഇത്രയധികം ബഹുമാനിച്ചിട്ടാണ് ചോദിക്കണം. വദേന്ന, ഞങ്ങളോടൊരു കാര്യം പറയണം. എന്ന് പറഞ്ഞാൽ ഞങ്ങളോട് വിസർഗം ഉണ്ട് അവിടെ. വിസർഗട്ടാ ഞങ്ങളാണ്, നമ്മൾ ഫസ്റ്റ് പേഴ്സൺ പ്ലൂരലാണ്. എന്നാ എന്ന് പറഞ്ഞാൽ വിസർഗം ഇട്ടിട്ടില്ലെങ്കിൽ നെഗറ്റീവാണ് അർത്ഥം, പറയണ്ട. വേറെ തിരിച്ചാൽ അർത്ഥം വരാം. അപ്പോൾ വദേന്ന ഞങ്ങളോട് പറയണം. എന്താ പറയേണ്ടത്? സുഖായ കർമാണി കരോതി ലോകോ. ഇത്ര നല്ലൊരു ചോദ്യം അറിയോ? ലോകോ സുഖായ കർമാണി കരോതി. ഈ സൃഷ്ടി വർണ്ണിക്കുമ്പോൾ ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയെ, മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ പറയും ദുഃഖേച സുഖമാനിന രജോ ഗുണോ കർമ്മപര ദുഃഖേച സുഖമാനിന. രജോ ഗുണികളായിരിക്കും ഇത്രയും മനുഷ്യൻ, തമോ ഗുണികളാവും മൃഗങ്ങളെ പോലെയുള്ളവർ, പാമ്പ്, തിരിയക്കുകളൊക്കെ. ഈ മനുഷ്യൻ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കും. വെറുതെ ഇരിക്കാൻ വയ്യ, ഒരു മിനിറ്റ് പോലും വെറുതെ ഇരിക്കാൻ വയ്യ. വെറുതെ ഇരുന്നാൽ തന്നെ പറയാം, അയ്യോ വെറുതെ ഇരുന്നിട്ട് മട്ടുത്ത് വിട്ടുപോകുന്നു. അപ്പോൾ ധാരാളം രജോ ഗുണവും കർമ്മപര, കർമ്മം ചെയ്യണവരാ. എങ്ങനത്തെ കർമ്മം? അതുകൊണ്ട് ദുഃഖം കൊടുക്കണ കർമ്മങ്ങളാ ചെയ്യുക. ദുഃഖം കൊടുക്കുന്ന കർമ്മങ്ങളിൽ അത് സുഖമാണ് എന്ന് വിചാരിച്ച് കേമത്തം നടിച്ച് നടക്കണോരാ അധികം. അതാണ് അവിടെ പറഞ്ഞത് സുഖായ കർമാണി കരോതി. ആർക്കെങ്കിലും സുഖം കിട്ടുന്നുണ്ടോ? നതൈ സുഖം അന്യദുപാരമം വാ. ദുഃഖത്തിൽ വിരതിയോ പ്രാപിക്കുന്നില്ല. സുഖമോ ദുഃഖവിരതിയോ സംഭവിക്കുന്നില്ല. സുഖം സംഭവിക്കുന്നില്ല, ദുഃഖത്തിൽ ഉപരതിയും സംഭവിക്കണില്ല. കുറെ കഴിയുമ്പോൾ ഈ ദുഃഖത്തെ മടുക്കണ്ടേ. അതാണ് ഉപരമം, ദുഃഖത്തിലുള്ള ഉപരമം. അന്യരെന്ന് പറഞ്ഞാൽ ദുഃഖം എന്നർത്ഥം. സുഖമില്ലാത്തതെന്താ ദുഃഖം. അതിൽ ഒരു വിരക്തി കുറെ കഴിഞ്ഞാൽ വരണ്ടേ, അത് വരണമില്ല. പിന്നെയും കർമ്മം ചെയ്യും. 60 കഴിഞ്ഞാലും 70 കഴിഞ്ഞാലും റിട്ടയർ ചെയ്താൽ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഏർപ്പാടിൽ മുഴുകണതാണ്. ഒന്നുമില്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ്, സ്ഥലം വാങ്ങലും വെക്കലെങ്കിലും ഏർപ്പെടും. കുറച്ച് കാശ് ഉണ്ടാക്കാൻ എന്താ മാർഗം? ചിലർ ആത്മീയം കൊണ്ട് നടക്കും, കാശ് കിട്ടുമോ നോക്കട്ടെ. വെറുതെ ഇരിക്കില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ദുഃഖത്തിൽ മതി വരാത്തത്? സുഖത്തിൽ മതി വരില്ല, ഇരിക്കട്ടെ, സമ്മതിക്കാം. ദുഃഖത്തിലും ഇവർക്ക് മതി വരണ്ടേ? ദുഃഖേ കിട്ടണുള്ളൂ. ഒരിക്കലും ഈ ദുഃഖം വേണ്ടാന്ന് വയ്ക്കാനോ യഥാർത്ഥ സുഖം തേടി പോകാനോ ആരും തയ്യാറില്ല. അതെന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാവണില്ല. അതാണ് വിതുരൻ്റെ ചോദ്യം. വിന്ദേത ഭൂയസ്തതയേവ ദുഃഖം. പിന്നെ എന്താ സംഭവിക്കണത്? ദുഃഖം തന്നെയാണ് സംഭവിക്കണത്. സംശയമുണ്ടോ? യതത്ര യുക്തം. ഇതെന്തുകൊണ്ടാണ് എന്നൊന്ന് പറഞ്ഞു തരണം. സത്യം പറയുകയാണെങ്കിൽ മനുഷ്യൻ കർമ്മം ചെയ്ത് ഓരോ ദിവസവും അവന് വയ്യാണ്ടാവുകയാണ്. സംശയമില്ലല്ലോ ഈ കാര്യത്തിൽ. ശരീരമുണ്ടോ ആരുടെയെങ്കിലും നേരെയാവണു? ഒരു ചോദ്യം ഉണ്ടോ? ഞാൻ ഇപ്പോൾ കുറച്ച് നേരെയായിട്ടില്ലേ, ഒരു 2-3-4 മാസമായിട്ട് കേടുവരണ ശരീരത്തിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് എങ്ങനെ നേരെയാവുക കൂട്ടരെ? ആലോചിച്ച് നോക്കൂ. ഇത് അടിക്കടി കീഴ്പ്പെട്ടനെ പോവുള്ളൂ, സംശയമൊന്നും വേണ്ട. അപ്പോൾ ദുഃഖം അല്ലാണ്ട് ഇതിൽ നിന്ന് കിട്ടുമോ? ആശുപത്രിയിലൊന്ന് ചെന്ന് നോക്കൂ. ഒരു 3000 ഉൾപ്പെടെ ടെസ്റ്റ് ആദ്യം എഴുതി തരും. ഇങ്ങോട്ട് ഒരു സ്കാനിങ്ങോ ഇത് മറ്റേതോ ഒരു എക്സ്റേ ഒന്ന് വേറെ. കണ്ണിലൊക്കെ എണ്ണ വെച്ചിട്ടൊരു പരീക്ഷ, ഒക്കെ എണ്ണയില്ല കേട്ടോ, മരുന്നൊഴിച്ചിട്ട് ഒരു പരീക്ഷണം ഉണ്ട്. കണ്ണൊന്ന് നോക്കണം, ഒരു കുഴപ്പമില്ലെങ്കിലും പറയും കണ്ണൊന്ന് നോക്കണം. 3000 ഉറുപ്പ്യ ഏറ്റവും മിനിമം ടോപ്പിൽ പറഞ്ഞത്. വിശേഷണി ഉണ്ടെങ്കിൽ അത്രയൊന്നും നിൽക്കില്ല. ഇങ്ങനെ തുടങ്ങി 50-60 കഴിഞ്ഞാൽ ആശുപത്രിയിൽ പോയാൽ കുടുങ്ങി. പിന്നെ അവർ നമ്മളെ മുട്ടയടിച്ചിട്ടേ വിടുള്ളൂ.
ഇത് ദുഃഖമല്ലേ സത്യത്തിൽ? അവിടെ പോയിട്ട് വെയിറ്റ് ചെയ്യണം, വിളിക്കണവരെ കാത്തു നിൽക്കണം. ഒരു പ്രാവശ്യം മതിയോ? 2 ആഴ്ച കഴിഞ്ഞിട്ടൊന്ന് കാണൂ കേട്ടോ. ഈ 2 ആഴ്ച എന്തിനാ അറിയാം? എന്നാലേ ഫീസ് ശരിക്കും പുതുക്കി മേടിക്കാൻ പറ്റൂ. 10 ദിവസം കഴിഞ്ഞ് ചെന്നാൽ വെറുതെ കാണാം. 2 ആഴ്ചയ്ക്കാവുമ്പോൾ ഇവരുടെ അവധി 2 ആഴ്ച കഴിഞ്ഞിട്ടേ കാണാൻ പറ്റുള്ളൂ പിന്നെ. കാരണം എന്നാൽ ഒരു 350 കൂടിയും കിട്ടും, അല്ലെങ്കിൽ ഒരു 500 കൂടിയും കിട്ടും. അപ്പോൾ ദുഃഖമല്ലേ? ആലോചിച്ച് നോക്കൂ. സമ്പാദിക്കുന്ന പൈസ ഇങ്ങനെ പോണു, കാത്തു നിന്നിട്ട് നേരം പോണു. എത്ര കാശ്, എന്നിട്ട് സുഖം കിട്ടുമോ? കൈ വേദനിക്കണു, കാല് വേദനിക്കണു, ഇരിക്കാൻ വയ്യ, നടക്കാൻ വയ്യ, കിടക്കാൻ വയ്യ, കുളിക്കാൻ വയ്യ, ഭക്ഷണം കഴിക്കാൻ വയ്യ. വിന്ദേത ഭൂയസ്തതയേവ ദുഃഖം. സുഖം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ശ്രമിച്ചിട്ട് ഇവന് ദുഃഖം മാത്രമാണ് ഉണ്ടാകുന്നത്. എന്താണ് എന്നൊന്നും അറിയണം എന്നുണ്ട്. സുഖം കിട്ടാൻ എന്താണ് മാർഗം? യഥാർത്ഥത്തിൽ സുഖം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കിട്ടാനും നേടാനുള്ള വഴി എന്ത് എന്ന് അറിയാനാണ് ചോദ്യത്തിൻ്റെ പൊരുൾ. ഇപ്പോൾ വിതുരൻ ചോദിച്ചു എന്നാണ്. തത്സാധുവര്യോ ആദിശ പറഞ്ഞാലും വര്യ ആദിശവത്മസംന സംരാധിതോ ഭഗവാന്യേന പുംസാം ഹൃദിസ്ഥിതോ യച്ഛതി ഭക്തിഭൂതേ ചാനം തതത്വാധിഗമം പുരാണം. സാധുവര്യ അല്ലെങ്കിൽ സജ്ജനത്തിൽ ഉത്കൃഷ്ടനായവനെ, ഏതു വിധത്താൽ സംരാധിത നന്നായി പൂജിക്കപ്പെട്ട ഭഗവാൻ ശ്രീഹരി ഭക്തിഭൂതേ ഭക്തിയാൽ ശുദ്ധമായ പുംസാം പുരുഷന്മാരുടെ ഹൃദയത്തിൽ സ്ഥിത ഇരിക്കുന്നവനായിട്ട് സ തത്വാധിഗമം തത്വത്തിൻ്റെ അറിവോട് കൂടിയതും പുരാണം പ്രാചീനവുമായ ജ്ഞാനം യച്ഛതി നൽകുന്നുവോ ശം സുഖകരമായ മാർഗത്തെ ഞങ്ങൾക്ക് ഉപദേശിച്ചാലും. എങ്ങനെയാണ് സുഖത്തെ കിട്ടുക? സത്യത്തിൽ ഇപ്പോൾ ഇത് വിതുരന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? വിതുരനൊട്ടും കുറഞ്ഞ ആളൊന്നുമല്ല. എങ്ങനെയാണ് ഒരു ജീവന് സുഖം കിട്ടുക എന്ന് അറിയാത്ത ആളൊന്നും അല്ല വിതുരൻ. ഭഗവാനെ ആരാധിച്ചത് കൊണ്ട് മാത്രമേ കിട്ടുള്ളൂ. പിന്നെ എന്തിനാ ചോദിച്ചത്? അതൊരു ചോദ്യം ഉണ്ടല്ലോ. ചോദിച്ചത് വേറൊന്നുമല്ല, ആ ഭഗവാനെ ആരാധിക്കേണ്ടത് എപ്രകാരം അതൊന്നറിയണം. ഇത്രയേ ഉള്ളൂ. ആരാധിക്കലാണ് മാർഗം എന്ന് വിതുരന് എന്നോ അറിയാം. അപ്പോൾ ആ ഈശ്വരനെ സംബന്ധിച്ചതായിരിക്കുന്ന ജ്ഞാനം പലർക്കും മനസ്സിൽ നിൽക്കാറില്ല, പലർക്കും അറിയാറുമില്ല. അറിഞ്ഞാൽ തന്നെ അത് നിലനിർത്തിക്കൊണ്ട് പോകാൻ അതിൽ പരാജയപ്പെടുക ചെയ്യുക. സന്ദർഭം വരുമ്പോൾ മറക്കും. അപ്പോൾ ഇതൊക്കെ കൂടാതെ ആ ഭഗവാനെ എങ്ങനെ ആരാധിക്കാം എന്നൊന്ന് പറഞ്ഞു തരണം. ഭഗവാനെ ആരാധിക്കലാണ് വഴി എന്ന് ഇതിന് ആരും പറഞ്ഞു കൊടുക്കണ്ട. പക്ഷെ അതിൻ്റെ വിശദാംശങ്ങളാണ് ഇവിടെ ചോദിച്ചത്. തത് സാധുവര്യ ആദിശ, സാധുവര്യ ഉദ്ധവനെ മൈത്രേയരെ വിളിക്കുകയാണ്. അങ്ങ് പരമസജ്ജനമാണ് എന്ന് സർവസമ്മതമാണല്ലോ. ആദിശ ശംന, ഞങ്ങൾക്ക് ഉപദേശിച്ചു തരണം. അവിടെ വിതുരൻ മാത്രമേ ഉള്ളൂ, പിന്നെ പ്ലൂരലായത്. അതിന് ഒരുപാട് ആൾക്ക് ഉപകാരമാവും ഈ പറയാൻ പോണത്. വിതുരന് മാത്രമല്ല, അതുകൊണ്ട് അവിടെ ഒരു ബഹുവചനം ചേർത്തു. അതിന് പണ്ട് അങ്ങനെ ഒരു പതിവുണ്ട്, ഒരാൾക്കൊക്കെ ചിലപ്പോൾ ബഹുവചനം ചേർക്കും. ഒരു സമ്പ്രദായമാണ് സാഹിത്യത്തിലത്തെ. വർമ്മശംന സംരാധിതോ ഭഗവാൻ ഏന പുംസാം, ആ ഭഗവാൻ എപ്രകാരം ആരാധിക്കപ്പെടാൻ സാധിക്കും, എങ്ങനെയൊക്കെ ആരാധിക്കാം, എന്നിട്ട് അവരവരുടെ ഭക്തന്മാരുടെ ഹൃദയത്തിൽ ഇരുന്ന് എങ്ങനെയാണ് ജ്ഞാനം നൽകുന്നത് എന്ന് പറഞ്ഞു തരണം. അതിൻ്റെ വിധം പറഞ്ഞു തരണം. ഹൃദിസ്ഥിതോ യച്ഛതി ഭക്തിഭൂതേ ജ്ഞാനം തദത്യാധിഗമം പുരാണം. ആ ജ്ഞാനം എങ്ങനെയാണ് ഭഗവാൻ നൽകുന്നത് എന്ന് ഒന്ന് പറഞ്ഞു തരണം. കരോതി കർമാണി കൃതാവതാരോ യാന്യാത്മതന്ത്രോ ഭഗവാൻ ത്യദീശ യഥാ തഥാഗ്രഹിതന്നിരീക സംസ്ഥാപ്യ വൃത്തിം ജഗതോ വിധത്തെ. ത്രിമൂർത്തികളുടെ അധിപനും ത്രയദീശ, പിന്നെയോ ആത്മതന്ത്ര സ്വതന്ത്രനും കൃതാവതാര അവതാരങ്ങൾ എടുക്കുന്നവനും ആയ ഭഗവാൻ ശ്രീനാരായണൻ
ഏതേത് കർമ്മങ്ങളെ ചെയ്യുന്നു അത് പറഞ്ഞുതരാൻ പറയുകയാണ്. ഭഗവാൻ തദീശ കൃതാവതാരോ യാനി കർമാണി കരോതി. അവതാരങ്ങളെ എടുത്ത് ത്യതീശനായ ഭഗവാൻ ഏതെല്ലാം കർമ്മങ്ങളെയാണ് ചെയ്യുന്നത്? എങ്ങനത്തെ ഭഗവാൻ? ആത്മതന്ത്ര, സ്വതന്ത്രൻ, സർവതന്ത്ര സ്വതന്ത്രൻ. ഭഗവാൻ മാത്രമേ ഉള്ളൂ. നമ്മളൊക്കെ അസ്വതന്ത്രരാണ്. ഒന്ന് ചെയ്യണമെന്ന് വിചാരിച്ച് നടക്കുന്ന വല്ല ഉറപ്പുണ്ടോ നമുക്ക്? നാളെ ഇന്നതൊക്കെ നടക്കും, പ്ലാൻ ഇട്ടു, നാളെ വേറൊന്നാ വരണ, വല്ല പ്രയാസമുണ്ടോ അങ്ങനെ വരാൻ? ഒന്നും ഉറപ്പില്ല നമ്മുടെ കാര്യങ്ങൾ. പക്ഷെ ഭഗവാൻ അങ്ങനെയല്ല, എല്ലാം സ്വതന്ത്രനാണ്. ഒന്നിനെയും പേടിയില്ല. എല്ലാം തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നീക്കാൻ കഴിവുള്ളവനാണ്. അതാണ് ഭഗവാൻ അതീശ യഥാർത്ഥ സത്യാഗ്ര ഇതം നിരീഹ. എന്താ അറിയേണ്ടത്? എങ്ങനെ ഈ ലോകത്തെ, ഇതം എന്ന് പറഞ്ഞാൽ അവിടെ ലോകം, ഈ പ്രപഞ്ചത്തെ എങ്ങനെയാണ് സൃഷ്ടിച്ചത്? നിരീഹനായിട്ട്, ഒരാഗ്രഹവും ഇല്ലാതെ, അതിൽ ബന്ധമില്ലാണ്ട് സൃഷ്ടിച്ചു. എന്നിട്ടോ സംസ്ഥാപ്യ, നിലനിർത്തുന്നു. സസർജ സൃഷ്ടിക്കുന്നു, സംസ്ഥാപ്യ നിലനിർത്തുന്നു, വിധത്തെ ഇല്ലാണ്ടാക്കും ചെയ്യണം. സൃഷ്ടിത്തിരി സംഹാര കർമ്മങ്ങൾ ഭഗവാൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് അറിഞ്ഞാൽ കൊള്ളാം. ജനസ്യ കൃഷ്ണാഭിമുഖസ്യ ദൈവാത് അധർമ്മശീലസ്യ സുദുഃഖിതസ്യ അനുഗ്രഹായ ഏകചരന്തി നൂനം ഭൂതാനി ഭവ്യാനി ജനാർദ്ദനസ്യ. ദൈവാത് കൃഷ്ണാത് വിമുഖസ്യ അധർമ്മശീലസ്യ. ലോകത്തിൽ ഒരുപാട് അധർമ്മശീലങ്ങൾ കാണാനുണ്ട് നമുക്ക്, ഇല്ലേ? ചുറ്റും നോക്കിയാൽ അധർമ്മാവും കലിയുഗത്തിലധികം കാണുക. ഇവരൊക്കെ ഒന്നും എന്തുകൊണ്ടാണ് ഇങ്ങനെ അധർമ്മത്തിൽ താല്പര്യം വരുന്നത്? അന്യായമായിട്ട് ധനം സമ്പാദിക്കുന്ന ആൾക്കാരെ കൊല്ലാനും മടിയില്ല, എന്തെല്ലാം ചെയ്യണു. അതും ഒരു ഈശ്വര നിശ്ചയമാണ്, ആ ഒരു അറിവ് ഇതൊക്കെ പഠിച്ചാൽ നമുക്കുണ്ടാവും. നമ്മൾ പലരും ചോദിക്കാം, ഈ ഭഗവാൻ ഇതൊന്നും കാണണില്ലേ? എന്താ ഈ ഈശ്വരൻ ഇങ്ങനെ? ഈശ്വരനെ പേടിയില്ലേ ഇവർക്ക്? വേറെ ആരെയും പേടിയില്ലെങ്കിൽ ഈശ്വരനെ പേടിക്കണ്ടേ? ഈശ്വരനുണ്ട് എന്ന് പറയുന്നു, പിന്നെ എന്താ അങ്ങനെയൊക്കെ അധർമ്മം? ഉത്തരമുണ്ട്. ഭഗവാന്റെ പ്രേരണയാണത്. നല്ലതും ചീത്തയും കൂടിയാലേ ലോകമാവുള്ളൂ, അങ്ങനെ ആവുള്ളൂ. ഒരു നാടകം രചയിതാവ് രചിക്കുന്നു, അതിൽ സന്തോഷം മാത്രമാണ് വെച്ചാൽ ആ നാടകത്തിന് വല്ല രസമുണ്ടോ കാണാൻ? നായകൻ നായികയെ പ്രേമിക്കുന്നു, വിവാഹം കഴിക്കുന്നു, സുഖമായിട്ട് ജീവിക്കുന്നു, അങ്ങനെ കാണിച്ചാൽ അതിൽ രസമില്ല. അതിൽ കുറേ തടസ്സം ഉണ്ടാവണം, സ്റ്റണ്ട് ഉണ്ടാവണം, ചിലപ്പോൾ ഒരാൾ മരിക്കും, ആ ദുഃഖം ഉണ്ടാവണം. ഇതൊക്കെ കൂടുമ്പോഴേ നാടകമാവുള്ളൂ. അതുപോലെ ഒരു നാടകമാണല്ലോ ഈ പ്രപഞ്ചം. എല്ലാ സത്യത്തിലില്ലാത്തതാണ്. അപ്പോൾ അതിൽ നല്ലത് വേണം, ചീത്ത വേണം, വില്ലന്മാർ വേണം, ദുഷ്ടന്മാർ വേണം, നല്ലവർ വേണം, എല്ലാം വേണം. അതാണ് അവിടെ പറഞ്ഞ കൃഷ്ണാത്. ഇത് ഭഗവാന്റെ സങ്കല്പമാണ്. എല്ലാം ചേർന്നിട്ടുള്ള പ്രപഞ്ചത്തെയാണ് ഭഗവാൻ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ അധർമ്മമില്ലാതെ വരുമോ? ഇല്ല. വിമുഖസ്യ, കൃഷ്ണനിൽ നിന്ന് വൈമുഖ്യം വന്ന് അധർമ്മത്തിൽ ഏർപ്പെടുന്ന ജനത്തിൻ്റെ ആ ഒരു പ്രവൃത്തികളോടുകൂടി ലോകത്തെയാണ് ഭഗവാൻ സൃഷ്ടിക്കുന്നത്. ആ വിഷമിക്കുന്നതായിട്ടുള്ള ജനങ്ങളുടെ രക്ഷയ്ക്കായിക്കൊണ്ട് ജനാർദ്ദനസ്യ ഭവ്യാനി, ഭഗവാന്റെ മംഗളകർമ്മങ്ങളെ പറഞ്ഞു തരണം. ഭക്തന്മാർ ഈ ലോകത്തിൽ സഞ്ചരിക്കുന്നത് എങ്ങനെയാണ്? ഭഗവാന്റെ മംഗളകർമ്മങ്ങളെ വാഴ്ത്തിയിട്ടും കേട്ടിട്ടും ഒക്കെയാണ്. അപ്പോൾ ദുഃഖങ്ങളെ മാത്രം അനുഭവിച്ച് കുഴങ്ങുന്ന ജനങ്ങൾക്കൊരു രക്ഷയാണ് ഭഗവതിൻ്റെ പ്രവൃത്തികളെ കീർത്തിക്കുക. അതേ വഴിയുള്ളൂ, വേറെ വഴിയൊന്നുമില്ല. അങ്ങനെയുള്ള ഭഗവത് ഭക്തനായ നിന്തിരുവടി ഭഗവത് കഥ പറഞ്ഞിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണം, ദുഃഖത്തിൽ നിന്ന് കയറ്റണം. ദുഃഖം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യൻ എന്താണ് അതിൽ നിന്ന് കരകയറാനുള്ള മാർഗം? ഒരൊറ്റ ഷോർട്ട് കട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മനസ്സിനെ ആ കെട്ടുപാടുകളിൽ നിന്ന് ഇങ്ങോട്ട് വേറെയൊക്കെ, അത്ര തന്നെ ഉള്ളൂ. വേറെ ഇതൊക്കെ
ഒക്കെ തീർന്നിട്ട് നമുക്ക് ദുഃഖത്തെ ഒഴിവാക്കാം. ഈ ജന്മം പറ്റുമോ? അലക്കുകാരൻ്റെ അലക്ക് മുഴുവൻ കഴിഞ്ഞിട്ടാവാം കാശിക്ക് പോകാമെന്ന് വെച്ചാൽ സാധിക്കാത്ത പോലെ സുഖമായിട്ടിരിക്കണം ഇന്ന കാര്യങ്ങൾ കഴിഞ്ഞിട്ട് എന്ന് പ്ലാൻ ഇട്ടാൽ അത് ഊക്കം പരാജയമാവും. അങ്ങനെ അപ്പോൾ വേറെ വരും അല്ലേ? എന്നോട് എത്രയോ ആൾ പറഞ്ഞിട്ടുണ്ട്, മകളുടെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് വേണം കുറച്ച് സപ്താഹമൊക്കെ കേൾക്കാൻ. ഇടയ്ക്കൊക്കെ വരുമൊക്കെ ശ്രമിക്കുകയൊക്കെ ചെയ്യും. പിന്നെ നോക്കുമ്പോൾ ഒരു കൊല്ലമേ കാണാനേ ഇല്ല. എന്താ ഇപ്പോൾ ആ സ്ത്രീ വരാത്തത്? അത് വേറൊന്നുമല്ല, മകളുടെ കല്യാണം കഴിഞ്ഞപ്പോൾ കുട്ടിയെ നോക്കലാ പണി. കണ്ടോ, മകളുടെ കല്യാണം കഴിഞ്ഞപ്പോൾ എന്തേണ്ടായി? ഉള്ള കേൾക്കലും കൂടി ഇല്ലാണ്ടായി വരുന്നത്. ഇതാണ് സ്ഥിതി. കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ശരിയാക്കാമെന്ന് വിചാരിക്കുമ്പോൾ അപ്പം അതിലും വലിയ പ്രശ്നമാണ് വരിക. അപ്പോൾ ഉള്ള സമയം അങ്ങോട്ട് ഉപയോഗിച്ചോളൂ. ഇപ്പം തന്നെ ആയിക്കോട്ടെ, പിന്നേക്ക് വെക്കണ്ട. അത് പിന്നേക്ക് വെക്കേണ്ടതല്ല. ചിലതൊക്കെ അങ്ങനെയാണ്. മനസ്സിനെ അതിൽ നിന്ന് ഇങ്ങോട്ട് കയറ്റു. അത് നടന്നോട്ടെ, അങ്ങനെ നടന്ന് പൊക്കോട്ടെ, കാര്യങ്ങളങ്ങനെ ഓടട്ടെ. മനസ്സിനെ അതിൻ്റെ ഒപ്പം ഓടിക്കണ്ട, മാത്രം ചിന്തിച്ചാൽ മതി. നമ്മൾ ഈ ചക്രം തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു തേരോ കാളവണ്ടിയുടെ ചക്രം മാത്രമല്ലേ തിരിയണ്ടൂ? അതിൻ്റെ ഇടയിൽ കാലും കൈയും കൊണ്ടുപോയിട്ടാൽ എന്താ ഉണ്ടാവുക? കാലും കൈയും പൊട്ടി തിരിഞ്ഞ് അതിൻ്റെ ഇടയിൽ പെട്ട് ചതഞ്ഞ് മരിക്കും ഇല്ലേ? അപ്പോൾ അത് ചെയ്യേണ്ടതാണ്. നമ്മൾ സുഖമായിട്ടിരിക്കുക, അതങ്ങനെ പൊക്കോളും. അങ്ങനെ വേണം കർമ്മം ചെയ്യാൻ. കർമ്മത്തിൻ്റെ ചക്രങ്ങൾ അങ്ങനെ തിരിയട്ടെ. എനിക്ക് മരിക്കേ വാങ്ങി അങ്ങനെ തിരിയട്ടെ. ഇടയിൽ കൊണ്ടുപോയിട്ട് കൈയും കാലും കുടുക്കരുത്. കുട്ടിക്കുക, കൈയും കാലും പൊട്ടും, ദുഃഖങ്ങളുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും. ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഈ കൃഷ്ണവിമുഖത എങ്ങനെയാണ് ഉണ്ടാവുന്നത്? അതും ഭഗവാന്റെ സങ്കല്പമാണ്. അതുകൊണ്ട് ഭക്തി ഉണ്ടാവാൻ പറഞ്ഞു തരണേ എന്നുള്ള ചോദ്യമാണ് വിതുരൻ മൈത്രേയരോട് ചോദിക്കുന്നത്. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവ കരോതി യത്യർത്ഥകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.